ഗുരുവായൂരമ്പലം ശ്രീവൈകുണ്ഠം, അവിടത്തെ ശംഖമാണെന്റെ കണ്ഠം. കാളിന്തി പോലെ ജനപ്രവാഹം, ഇതു കാൽക്കലേക്കോ വാഗച്ചാർത്തിലേക്കോ. ഗുരുവായൂരമ്പലം ശ്രീവൈകുണ്ഠം, അവിടത്തെ ശംഖമാണെന്റെ കണ്ഠം. കാളിന്തി പോലെ ജനപ്രവാഹം, ഇതു കാൽക്കലേക്കോ വാഗച്ചാർത്തിലേക്കോ. ഇതു കാൽക്കലേക്കോ വാഗച്ചാർത്തിലേക്കോ. ഇതു കാൽക്കലേക്കോ വാഗച്ചാർത്തിലേക്കോ. നമസ്കാരം, എല്ലാവർക്കും നമ്മൾ ഓൺലൈനിലേക്ക് സ്വാഗതം. ഭജൻ മേഖലയിൽ ഏകദേശം 25-ലധികം വർഷത്തോളമായി പ്രവർത്തിച്ചു വരുന്ന നന്ദഗോവിന്ദം ഭജൻസിന്റെ കനേഡിയൻ ചാപ്റ്ററിലെ മെമ്പേഴ്സാണ് ഇന്ന് നമ്മളോടൊപ്പം ചാറ്റ് ഷോയിൽ ചേരുന്നത്. എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ആദ്യമായിട്ട് നന്ദഗോവിന്ദം ഭജന് ഒരു കനേഡിയൻ ചാപ്റ്റർ രൂപീകരിക്കാൻ സാധിച്ചതിൽ ഒത്തിരി അഭിനന്ദനങ്ങൾ. അപ്പം ഈ ഒരു കനേഡിയൻ ചാപ്റ്റർ ഫോം ചെയ്യാനായിട്ടുള്ള പ്രചോദനം എന്തായിരുന്നു? നന്ദഗോവിന്ദം ഫോം ചെയ്യുന്നത് 2000-ലാണ് കേരളത്തിൽ കോട്ടയം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച്. കാനഡ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ വർഷമാണ്. 2024 നവംബറോട് കൂടിയാണ് നമ്മൾ കാനഡ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ 2024-ലാണ് കാനഡയിലേക്ക് വരുന്നത്. അപ്പം നന്ദഗോവിന്ദം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. കാരണം ദുബായിൽ പോയപ്പോഴാണേലും അവിടെ ഇപ്പോൾ ഒരു ടീമുണ്ട്, ഇവിടെ വന്നപ്പോൾ നമുക്ക് അതില്ലാതെ ഒരു ജീവിതം ഇല്ല മുമ്പോട്ട്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഹരിച്ചേട്ടനെ പരിചയപ്പെട്ടു, ഹരിച്ചേട്ടൻ വഴി രജീഷേട്ടനെ പരിചയപ്പെട്ടു, അതുപോലെ തന്നെ വേറൊരു സാഹചര്യത്തിൽ ശ്രീധരനെ പരിചയപ്പെട്ടു. അപ്പോൾ അവരെല്ലാവരും ഒരേ ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ്. അത് ആ ഭജനയോടുള്ളൊരു ഇഷ്ടം നമ്മളുടെ അടുത്ത് അപ്പം തന്നെ നമുക്ക് മനസ്സിലായി. ആ ഒരു അറിയാലോ ആ ഒരു വൈബിൽ. അപ്പം നമുക്ക് എന്താ പറയുക, ഒരു സൗഹൃദത്തിലൂടെയാണ് നന്ദഗോവിന്ദം നിലനിൽക്കുന്നത്. അത് ആദ്യം തൊട്ട് തന്നെ 2000 തൊട്ട് സ്റ്റാർട്ട് ചെയ്ത ആ സൗഹൃദത്തിലാണ് നന്ദഗോവിന്ദം നിലനിൽക്കുന്നത്. ആ ഒരു സൗഹൃദം ഇവിടെയും നമുക്ക് ഫീൽ ചെയ്തു. അപ്പോൾ എല്ലാവരോടും ചോദിച്ചപ്പോൾ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു അഭിപ്രായമാണ് എല്ലാവരുടെയിൽ നിന്നും കിട്ടിയത്. അപ്പോൾ നാട്ടിൽ നമ്മളുടെ സുഹൃത്തുക്കളുടെ അടുത്ത് വിളിച്ച് ചോദിച്ചപ്പോൾ അവരും വളരെ സപ്പോർട്ടീവായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഇയറിൽ നമ്മൾ 2024 നവംബറിൽ നന്ദഗോവിന്ദം കാനഡ ചാപ്റ്റർ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം നന്ദഗോവിന്ദം ഭജൻ ഗ്രൂപ്പിന്റെ വൺ ഓഫ് ദി ഫോമിംഗ് മെമ്പേഴ്സ് ആണ്, അല്ലെങ്കിൽ ഫൗണ്ടിങ് മെമ്പറാണ് പ്രവീൺ അല്ലേ? അപ്പൊ ഈ ഒരു നന്ദഗോവിന്ദൻ ഒരു പേര് ഇടാനുള്ള എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു? 2000-ലാണ് ഞാൻ പറഞ്ഞല്ലോ, 2000-ലാണ് നമ്മൾ ഭജന സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആ സമയത്ത് ഞാനില്ല. ഞാൻ ഈ നന്ദഗോവിന്ദത്തിൻ്റെ ഭാഗമാകുന്നത് 2005-ലാണ്. 2005-2006 കാലഘട്ടത്തിലാണ്. ഏകദേശം 20 വർഷത്തോളമായിട്ട് നന്ദഗോവിന്ദം ഭജൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ആദ്യം ഈ ഭജനസമിതിയുടെ പേര് ശ്രീദുർഗ ഭജൻസ് എന്ന് ആയിരുന്നു. അങ്ങനെയാണ് പ്രോഗ്രാം ചെറിയ രീതിയിൽ, അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്, ചെറിയ രീതിയിലൊക്കെ പരിപാടികൾ നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ നമ്മളുടെ ഈ ഭജനസമിതി സ്റ്റാർട്ട് ചെയ്തതിൽ 2 പേര്, ഒന്ന് രാജേന്ദ്ര പണിക്കർ എന്ന് പറയും, പണിക്കരേട്ടൻ കഴിഞ്ഞ വർഷം ഞങ്ങളെല്ലാം വിട്ടുപിരിഞ്ഞു. പിന്നെ ഉള്ളത് ഹരായേട്ടനാണ്. ഹരായേട്ടനാണ് ശരിക്കും ഈ ഒരു പേര് നിർദ്ദേശിക്കുന്നത്. അത് ആരോടും പറഞ്ഞിട്ടൊന്നുമല്ല. അപ്പോൾ ശരിക്കും ശ്രീദുർഗ ഭജൻസ് എന്നുള്ള പേരിൽ തന്നെയാണ് പ്രോഗ്രാമിന് പോകുന്നത്. അങ്ങനെ പോയി ഒരു വേദിയിൽ വെച്ചിട്ടാണ്. അപ്പം ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഭജന കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവർക്കും ഒരു താങ്ക്സ് പറയുമല്ലോ. ആ സമയത്ത് നമ്മളിങ്ങനെ പറഞ്ഞ സമയത്ത് ഹരായേട്ടൻ പെട്ടെന്ന് പറഞ്ഞ പേരാണ് നന്ദഗോവിന്ദം ഭജൻസ്. ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി. കാരണം നമ്മളുടെ മനസ്സിൽ ശ്രീദുർഗ ഭജൻസ് ആണല്ലോ. അപ്പം എല്ലാവരും തിരിഞ്ഞു നോക്കി, ഇനി വേറെ ഭജനസമിതിയാണോ പ്രോഗ്രാം ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത്ര കാരണം ആരോടും ഹരായേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ റീസെൻ്റ്ലിയാണ് ഹരായേട്ടൻ പറയുന്നത്. ഹരായേട്ടൻ അത് നേരത്തെ അങ്ങനെ ഒരു തോട്ട് ഉണ്ടായിരുന്നു മനസ്സിൽ, നന്ദഗോവിന്ദം എന്നുള്ളത്. അപ്പം പിന്നീട് അതിന് ശേഷം നമ്മൾ 1-2 ആചാര്യന്മാരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോഴത്തേക്കും ഈ ന്യൂമറോളജി വെച്ചിട്ട് നന്ദഗോവിന്ദം എന്നുള്ള പേരിന് ഇൻഫിനിറ്റി ആയിട്ട് ബന്ധമുണ്ട്. അതായത് ഒരിക്കലും നിന്നു പോകത്തില്ല. അപ്പം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ നവീൻ എൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്. ഏകദേശം 6ാം ക്ലാസ് തൊട്ട് ഞങ്ങൾ ഒരുമിച്ചാണ്. അപ്പം നവീനാണ് എന്നെ നന്ദഗോവിന്ദത്തിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ നവീൻ ജോലിയുടെ ഭാഗമായിട്ട് 2011 ദുബായിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ നന്ദഗോവിന്ദം ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു നാട്ടിൽ. അപ്പോൾ എന്നെ കമ്പനി ചെയ്യാനായിട്ടാണ് ശ്രീലാൽ വരുന്നത്. ശ്രീലാലാണ് ഇപ്പോൾ നാട്ടിലെ ടീം ലീഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ 2018 ഞാൻ ദുബായിലേക്ക് പോയി. അപ്പോൾ ശ്രീലാലിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മനു വന്നു. സോ ഞങ്ങൾക്കും അപ്പോൾ ആ ഒരു ന്യൂമറോളജിയിൽ ഞങ്ങളും ഇപ്പോൾ ശരിക്കും വിശ്വസിക്കുന്നുണ്ട്. അതായത് ഒരിക്കലും അത് നിന്നു പോകത്തില്ല, അതിങ്ങനെ ഒരു ഒഴുക്ക് പോലെയാണെന്നാണ്
ഞങ്ങളുടെ അടുത്ത് അവർ പറഞ്ഞിരുന്നു. അത് അങ്ങനെ ആ ഒഴുക്ക് ഇപ്പോഴും ഒരു 25 വർഷമായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നീല നീല നീലമലയിൽ സ്വാമിയേ മഞ്ഞണിഞ്ഞൊരാമലയിൽ അയ്യപ്പോ പൊന്നണിഞ്ഞ കോവിലിനുള്ളിൽ നീയണിഞ്ഞു നിൻ രൂപം. നീല നീല നീലമലയിൽ സ്വാമിയേ മഞ്ഞണിഞ്ഞൊരാമലയിൽ അയ്യപ്പോ പൊന്നണിഞ്ഞ കോവിലിനുള്ളിൽ നീയണിഞ്ഞു നിൻ രൂപം. അപ്പൊ ഈ ഭജനകൾ നിങ്ങൾ പാട്ടുകൾ സെലക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രത്യേക രാഗങ്ങളെ ബേസ് ചെയ്തിട്ടാണോ പാട്ടുകൾ സെലക്ട് ചെയ്യുന്നത്? അല്ല, അങ്ങനെ രാഗങ്ങളല്ല. നമ്മൾ കൂടുതലും ഇപ്പോൾ ചെയ്യുന്ന നമ്മുടെ ഒരു ശൈലി എന്ന് പറയുന്നത് സമ്പ്രദായ ഭജനയോടൊപ്പം തന്നെ കൂടുതൽ ആളുകൾ കേട്ടിട്ടുള്ള ഒന്നെങ്കിൽ സിനിമാ സംഗീതമാകാം, അല്ലെങ്കിൽ സിനിമാ പാട്ടുകളാവാം, അല്ലെങ്കിൽ ഭക്തിഗാനങ്ങളാവാം. ഒരുപാട് നല്ല ഭക്തിഗാനങ്ങളുണ്ട്, ദാസേട്ടൻ്റെയൊക്കെ, അല്ലെങ്കിൽ MG ശ്രീകുമാറിൻ്റെ. അങ്ങനെ ഓരോരുത്തരുടെ അത്, പിന്നെ സോപാന സംഗീതം, അങ്ങനെ വിവിധ രീതിയിലുള്ള ഭക്തിഗാനങ്ങളെ ഞങ്ങൾ ഒരുമിച്ചാക്കിയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യാറുള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മളങ്ങനെ ഒരു രാഗം ഇത് ചെയ്യത്തില്ല. പക്ഷേ ഈ പറഞ്ഞ 2-3 ശ്രേണിയിലുള്ള പാട്ടുകൾ ചൂസ് ചെയ്യുമ്പോൾ ഒരേ രാഗത്തിലുള്ളത് എടുക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. കാരണം ആ ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു മിക്സ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഒരു പ്രത്യേക രാഗം വേണം എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് ആസ് ആൻ ഓഡിയൻ നമ്മൾ ആദ്യം അത് എങ്ങനെയുണ്ടെന്ന് അതൊന്ന് ചിന്തിക്കും. ആസ് ആൻ ഓഡിയനാണ്, ഞാനൊരു ഓഡിയൻസ് ആയിട്ടിരിക്കുമ്പോൾ ആ പാട്ട് കേട്ടാൽ എങ്ങനെയായിരിക്കും എനിക്ക് ഫീൽ ചെയ്യുക, എന്നിട്ടാണ് പിന്നെ അത് എടുക്കണോ വേണ്ടോ എന്നുള്ള തീരുമാനം വരെ. അപ്പോൾ അത് അങ്ങനെ എടുത്തു കഴിയുമ്പോഴത്തേക്കും പിന്നെ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന പാട്ടുകൾ ഏതൊക്കെ ഉണ്ടെന്ന് നമ്മൾ നോക്കും. അപ്പം ആ സമയത്ത് ചിലപ്പോൾ ആ രാഗം നമ്മൾ നോക്കാറുണ്ട്. അതല്ലാതെ ഇന്ന രാഗത്തിലുള്ള പാട്ട് വേണം എന്നങ്ങനെ നമ്മൾ ചൂസ് ചെയ്യാറില്ല. മനോഹരി രാധേ രാധേ മുരാരി ഇന്നെവിടെ പെണ്ണെ ഇണങ്ങിയോ കണ്ണൻ നിന്നോടിണങ്ങുവാൻ ചെല്ല് ചെല്ല് മുകുന്ദന്റെയോ മൽച്ചുണ്ടിൽ മുളം കണ്ടു മൂളി പെണ്ണേ മനസ്സിന്റെ ഉറികളിലൂറിയ സുഖനവഗീതം പകരാനില്ല് മനോഹരി 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 രാധേ രാധേ മുരാരി ഇന്നെവിടെ പെണ്ണെ ഇണങ്ങിയോ കണ്ണൻ നിന്നോടിണങ്ങുവാൻ ചെല്ല് ചെല്ല് മുകുന്ദന്റെയോ മൽച്ചുണ്ടിൽ മുളം കണ്ടു മൂളി പെണ്ണേ മനസ്സിന്റെ ഉറികളിലൂറിയ സുഖനവരീതം പകരാനില്ല്. അപ്പം നിങ്ങളൊരു ഭജന അവതരിപ്പിക്കുമ്പോൾ എത്ര പാട്ടുകളായിരിക്കും സാധാരണ സെലക്ട് ചെയ്യുക? അത് ഡിപ്പെൻസ്, നമ്മൾ എത്ര സമയമാണ് ചെയ്യുന്നതെന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് കൂടുതലും. അപ്പോൾ ഒരു 2 മണിക്കൂറാണ് നോർമലി ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യാറ്. അപ്പോൾ 2 മണിക്കൂറാണെങ്കിൽ ഒരു 15 to 20 പാട്ടുകളാണ് നമ്മൾ എപ്പോഴും പ്രിപ്പയർ ചെയ്ത് വെക്കുക. കാരണം എപ്പോഴും 2-3 പാട്ടുകൾ കൂടുതൽ നമ്മൾ പഠിച്ചു വെക്കും. അല്ലെങ്കിൽ കാരണം വെച്ചാൽ ചിലപ്പോൾ 2 മണിക്കൂർ എന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിയാൽ കൂടുതലായിട്ട് പാടേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൂടുതൽ പാട്ടുകൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്ത് വെക്കും. അപ്പം എന്നാലും ഒരു 15 പാട്ടിൽ കുറയില്ല, എന്തായാലും അത്രയും പാട്ടുകൾ എന്തായാലും പാടും ആ ഒരു പ്രോഗ്രാമിനോടൊക്കെ. പിന്നെ ഇപ്പം നമ്മൾ ഈ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തേക്കുന്ന ഭജൻ കണക്ട് ആണെങ്കിൽ നമ്മൾ പാട്ടുകൾ വളരെ കുറവായിരിക്കും. പക്ഷേ അതിനകത്ത് എന്താ വെച്ചാൽ നമ്മൾ കൂടുതൽ ആളുകളുമായിട്ട് ഇൻവോൾവ് ചെയ്യുന്നത്, അവരെ കൊണ്ട് പാടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ടൈം കുറച്ചുകൂടെ വേണം. നമ്മൾ നോർമൽ പ്രോഗ്രാം ചെയ്യുന്നതിലും കുറച്ചുകൂടെ ടൈം വേണം ഈ ഒരു ഭജൻ കണക്റ്റിന്. അപ്പോൾ അതുകൊണ്ട് അതിൽ പാട്ടുകൾ ചിലപ്പോൾ ഈ പറയുന്ന 15 ആയിരിക്കില്ല, ചിലപ്പോൾ അതിൽ ശകലം കൂടെ കുറവായിരിക്കും. പക്ഷേ എന്നിരുന്നാലും പ്രോഗ്രാം 3 മണിക്കൂറൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് പാട്ടുകൾ സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ ഭാഷ, ഇപ്പോൾ മലയാളം ഭാഷ മാത്രമാണോ അതല്ലെങ്കിൽ വേറുള്ള ഭാഷകളും നിങ്ങൾ സെലക്ട് ചെയ്യാറുണ്ടോ? നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സമ്പ്രദായ ഭജന ആയിരുന്നു. പക്ഷേ സമ്പ്രദായ ഭജന ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ അത്രയ്ക്കൊരു പ്രചാരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മലയാളം പാട്ടുകൾ വളരെ കുറവാണ് സമ്പ്രദായ ഭജനയിൽ. കൂടുതലും തമിഴ് അതുപോലെ തന്നെ മറാഠിയൊക്കെയാണ് സമ്പ്രദായ ഭജനയിൽ കൂടുതൽ. അപ്പം നമ്മൾ നമ്മുടേതായിട്ടുള്ള ആ രീതിയിലേക്ക് വന്നപ്പോൾ സാന്ദ്രാനന്ദലയം എന്നാണ് നമ്മൾ ആ ഒരു ശൈലിയെ വിളിക്കുന്നത്. പല രീതിയിലുള്ള പാട്ടുകൾ ഒരുമിച്ച് ചേർക്കുന്നത്. അപ്പം ഈ സമ്പ്രദായ ഭജനയിലുള്ള അന്യഭാഷയിലുള്ള ആ കീർത്തനങ്ങളോടൊപ്പം മലയാളത്തിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള പാട്ടുകളും കൂടെ നമ്മൾ മിക്സ് ചെയ്യുക. അപ്പോൾ കൂടുതൽ പാട്ടുകൾ മലയാളമാണ് അങ്ങനെ മിക്സ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ തമിഴിലെ പാട്ടുകൾ പാടാറുണ്ട്. ഇപ്പോൾ ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്നുണ്ട്, തെലുങ്ക് പാട്ട് പാടണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മളുടെ നാട്ടിൽ നിന്ന് ചെയ്ത 2 വീഡിയോസ്, അതുപോലെ ദുബായിൽ നിന്ന് ചെയ്തൊരു വീഡിയോ നമ്മൾ തെലുങ്കും കന്നഡയാണ് ചെയ്തേക്കുന്നത്.
അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഭജനിലേക്കുള്ള ആളുകളെ അല്ലെ നമ്മൾ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് രീതികൾ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയല്ല, ആദ്യം ഒന്ന് ഭജനയോട് ഇഷ്ടമുള്ള ആളായിരിക്കണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ സംഗീതത്തിനോട് താല്പര്യമുള്ള ആൾക്കാരാണ് കൂടുതലും വരുന്നത്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഹരിചേട്ടനും പറയും. കാരണം ഹരിചേട്ടനാണ് ആദ്യം നന്ദഗോവിന്ദത്തിലേക്ക് ഇവിടെ വന്നിട്ട് ജോയിൻ ചെയ്ത ഒരാൾ. അപ്പോൾ ഹരിചേട്ടനാണ് ബാക്കി എല്ലാവരെയും എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ ഹരിചേട്ടൻ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയും. ഇപ്പം പ്രവീൺ പറഞ്ഞതുപോലെ ഇതങ്ങനെ സംഭവിക്കുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇവിടെയാണെങ്കിലും നമ്മൾ കുട്ടിക്കാലം മുതലേ ഭജനയോട് താല്പര്യവും അതുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ചു പോരുന്ന ആൾക്കാരായിരുന്നു എല്ലാ ആൾക്കാരും. അപ്പോൾ പ്രവീൺ ഇവിടെ വന്നു. ഇപ്പം പ്രവീണിനെ ഭാഗ്യം കൊണ്ട് നമുക്ക് പരിചയപ്പെടാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു നന്ദഗോവിന്ദത്തെ പറ്റി നമുക്ക് ഇവിടെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി നമുക്ക് സംസാരം വന്നു. അങ്ങനെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ രജീഷുമായിട്ട് ഇത് ഷെയർ ചെയ്തു. പിന്നെ ശ്രീധർ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കൃഷ്ണപ്രിയ, വരുണ്, മനിച്ചേട്ടന്, വിഷ്ണു, അങ്ങനെ എല്ലാ ആൾക്കാരും തന്നെ അങ്ങനെ ഓരോരുത്തരോടും ഇതിനോട് ചേർന്ന് നിൽക്കുന്നതായതുകൊണ്ട് അവർക്ക് ഇങ്ങോട്ട് വന്ന് ചേരുവായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞ ഭജനയോടുള്ള സ്നേഹം കൊണ്ട് ഇപ്പോൾ ഇങ്ങനെ വളർന്ന് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. അല്ല, ഇങ്ങനെ സെലക്ഷൻ ഒന്നും ഇല്ല കേട്ടോ. അതായത് ആ ഭജനയോട് ഇഷ്ടം വേണം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ പറഞ്ഞല്ലോ, എല്ലാവരും പുതിയ ആൾക്കാരാണ്. അപ്പം പ്രാക്ടീസിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ ആ കാര്യങ്ങളെല്ലാം മനസ്സിൽ ഉണ്ടാവണം എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു. കാരണം പാട്ടുകൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. കാരണം ഒരു പാട്ടോ രണ്ട് പാട്ടോ അല്ല, നമുക്ക് കുറേ പാട്ടുകളുണ്ട്. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടൈം കൂടുതൽ ചിലപ്പോൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതും കൂടെ മനസ്സിലുണ്ടാവണം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾക്ക് പാട്ട് പാടിച്ചു നോക്കിയിട്ട് അങ്ങനൊന്നുമില്ല. ഭജനയോട് ഇഷ്ടമാണോ, യു ആർ വെൽക്കം, യു ആർ ഓൾവേസ് വെൽക്കം. അങ്ങനെ നമുക്ക് ബിജു വന്നു. പിന്നെ നമുക്ക് ആദി, മൃദംഗം വായിക്കുന്ന, ഹാർമോണിയം വായിക്കുന്ന സുന്ദർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിനോട് ചേർന്ന് നിൽക്കുകയാണ്. അപ്പം നിങ്ങളുടെ ഈ ഭജനയിൽ സംഗീത ഉപകരണങ്ങൾക്കുള്ള പ്രാധാന്യം എത്രത്തോളം ഉണ്ട്? വളരെ വലിയ പ്രാധാന്യമാണ്. കാരണം നമ്മൾ ആ സംഗീത ഉപകരണങ്ങളുടെ അകമ്പടി ഇല്ലാതെ നമ്മൾ ചില പാട്ടുകൾ പാടാറുണ്ട് ശ്രുതി മാത്രം വെച്ച്. പക്ഷേ കൂടുതൽ പാട്ടുകളും എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സും. ഇപ്പം ഇവിടെയാണെങ്കിൽ നമുക്ക് മൃദംഗം, തബല, കീബോർഡ്, ഹാർമോണിയം, വയലിൻ വരുണാണ് ചെയ്യുന്നത്. അപ്പം നാട്ടിലും അതുപോലെ തന്നെയാണ്. നാട്ടിലായിക്കോട്ടെ അല്ലെങ്കിൽ ദുബായിലായിക്കോട്ടെ, എല്ലായിടത്തും ഇതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് എന്തായാലും ഉണ്ട്. കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും കേട്ടേക്കുന്ന പാട്ടുകൾ ഇതിൻ്റെ അകമ്പടിയോട് കൂടിയാണ്. ഇത് നമ്മൾ ഡിവോഷണൽ സോങ്സ് ആയിക്കോട്ടെ, സിനിമാ പാട്ടായിക്കോട്ടെ, എല്ലാം കേട്ടേക്കുന്നത് നമ്മൾ ഈ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ടാണ്. ചില പാട്ടുകൾ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഇല്ലാതെ പാടാറുണ്ട്. അപ്പം നമുക്ക് വരുന്ന കമൻറ്റുകളിലും നമ്മൾ കാണാറുണ്ട്. അതായത് നിങ്ങളുടെ പക്കമേളം ഗംഭീരമാകുന്നുണ്ട്, അത് നിങ്ങളുടെ ഭജനയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടാന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ അതിന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളും അതേ ഇമ്പോർട്ടൻസോട് കൂടി തന്നെയാണ് ഓരോ വാദ്യോപകരണത്തെയും കാണുന്നത്. ഇപ്പം നമ്മുടെ ഇപ്പം ഈ കാനഡയിൽ ജീവിത സാഹചര്യങ്ങളിൽ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം കണ്ടെത്തുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള വരും. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഒരുമിച്ച് ഒരു പ്രാക്ടീസും സെഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്? കൂടുതലും ശനിയാഴ്ചകളിൽ വൈകുന്നേരം അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളിലാണ് പ്രാക്ടീസ്. നമ്മളൊരു 2 to 3 hours ആണ് നോർമലി പ്രാക്ടീസ് ചെയ്യാറ്. പിന്നെ പ്രോഗ്രാംസ് അടുത്ത് വരുന്ന സമയങ്ങളിൽ നമ്മൾ ഫുൾ ഓർക്കസ്ട്രേഷനും എല്ലാവരും കൂടി ആയിട്ട് അത് കുറച്ച് കൂടുതൽ സമയം ഉണ്ടാവും. അപ്പോൾ എല്ലാവരുടെയും ജോലിയും കാര്യങ്ങളും ഒക്കെ ഒന്ന് അതിനനുസരിച്ചാണ് നമ്മൾ പ്രാക്ടീസ് ടൈം ക്രമീകരിക്കാറുള്ളത്. എന്നാലും എല്ലാ ആഴ്ചയിലും ഒരു 2 hours നമ്മൾ ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് മിനിമം. അപ്പോൾ ഈ ഒരു എന്താ പറയുക, നിങ്ങൾ നന്ദഗോവിന്ദം ഭജൻ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഓൾമോസ്റ്റ് നല്ല വൈറലാണ്. അപ്പം അതിൻ്റെ ഈ പുതിയ തലമുറയിലുള്ള ആൾക്കാരെന്നുള്ള റെസ്പോൺസ് എങ്ങനെയുണ്ട്? അല്ലെങ്കിൽ അവർക്ക് ഈ ഭജനയുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോസിലൂടെ ഒക്കെ സാധിക്കുന്നുണ്ടോ? ശരിക്കും നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം ന്യൂ ജനറേഷന് ഇതിന് ഇഷ്ടമാകുന്നു എന്നുള്ളത് അതെനിക്ക് തോന്നുന്നു അതിനൊരു വലിയ കാര്യം എന്ന് പറയുന്നത് അവർക്കും കൂടെ മനസ്സിലാകുന്ന അല്ലെങ്കിൽ അവർ കേട്ടിട്ടുള്ള പാട്ടുകൾ ഉൾക്കൊള്ളിച്ചതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. ഇപ്പോൾ സമ്പ്രദായ ഭജനയിലെ ചില പാട്ടുകൾ പാടിക്കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ചിലപ്പം അത് ഒന്നാമത്തെ കാര്യം അന്യഭാഷയാണ്, മറാഠിയാണ്, ചിലപ്പോൾ നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇപ്പം നമ്മുടെ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു ആദ്യത്തെ ഒരു പാട്ടാണ് മനോഹരി രാധേ രാധേ എന്നുള്ള പാട്ട്. അതായത് ക്ലാസ്മേറ്റ്സ് എന്ന മൂവിയിൽ അതിലൊരു ചെറിയ പോർഷനേ ഉള്ളൂ. അപ്പം നമ്മൾ ആ പാട്ടെടുത്തു. അതിനോടൊപ്പം തന്നെ കൃഷ്ണാനീ ബേഗനെ എന്നുള്ള കീർത്തനം മിക്സ് ചെയ്തു. അതിപ്പം എല്ലാവരും കേട്ടിട്ടുള്ള പാട്ടാണ്. ഈ മനോഹരി രാധേ രാധേ എല്ലാവരും കേട്ടിട്ടുണ്ട്. അതിനുശേഷം എന്തേ ഇന്നും വന്നില്ല എന്നുള്ള ഗ്രാമഫോണിലെ ഒരു പാട്ട്, അതിനകത്ത് ചെറിയൊരു ലിറിക്സിൽ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ട് നമ്മൾ ആ പാട്ട് പാടി. അപ്പോൾ ഇത്രയും കേട്ട് വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അതിലെല്ലാവർക്കും ആ പാട്ടുകൾ അറിയാവുന്നതാണ്. ഈ പറഞ്ഞ പാട്ടുകളൊക്കെ എല്ലാവരും കേട്ടിട്ടുള്ളതുമാണ്. പക്ഷെ അതിനുശേഷം വരുന്ന ഗിരിധാരി കമല നയന കുമുദ വദന എന്ന് പറയുന്ന ഒരു പാട്ട്, അത് ഭജനയാണ്. അപ്പം ഈ 3 പാട്ടുകൾ കേട്ട് വരുന്ന ഒരാൾ, ഇത് മനസ്സിലാക്കിയ ഒരാൾ പെട്ടെന്ന് സഡൻലി അയാൾക്ക് അറിയാൻ പാടില്ലാത്തൊരു പാട്ട് കേൾക്കുകയാണ്, ഭജന കൂടുതൽ കേൾക്കാത്ത ഒരാൾ.
അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ചിന്തിച്ചത് അങ്ങനെയാണ്. അതായത് അങ്ങനെ ആ 3 പാട്ട് നമ്മൾ 1 by 1 അല്ലെങ്കിൽ അറിയാവുന്ന പാട്ടുകൾക്ക് ശേഷം ഒരു ഭജന കൊടുക്കുമ്പോൾ ആ ഭജന ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അയാൾ സെർച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയാണ് കൂടുതൽ ആൾക്കാരെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. ഇപ്പം നമ്മളുടെ നാട്ടിൽ നടക്കുന്ന ഭജൻ കണക്റ്റിലൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് റെസ്പോൺസ് വരുന്നുണ്ട്. ഈ ജെൻസി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഏറ്റവും പുതിയ ജനറേഷനൊക്കെ നമ്മളുടെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നു, അവരുടെ കമൻസ് വരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ നമുക്ക് അംഗീകാരം കിട്ടുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണ്. കാരണം ഫേസ്ബുക്കിൽ കൂടുതലും ഒരു 30+ അല്ലെങ്കിൽ 40+ ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ഓഡിയൻസ്. നമുക്ക് അതിൻ്റെ കറക്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് കിട്ടും. പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് ഈ പറഞ്ഞ എല്ലാ ജനറേഷൻസിലുള്ള ആളുകളുടെ സപ്പോർട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ഈ രീതിയിൽ കുറച്ചുകൂടെ ജനകീയമായിട്ട് നമ്മളത് അവതരിപ്പിച്ചതുകൊണ്ടാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇപ്പം ഓഡിയൻസായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പാട്ടുകൾ സെലക്ട് ചെയ്യുന്ന ഒരു രീതി അല്ലേ, അതാണ് ഉദ്ദേശിച്ചത്. അപ്പം കണക്ട് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ ഈ ഭജൻ കണക്ട് എന്താണ്? ഭജൻ കണക്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റ്. ഭജൻ കണക്ട് ശരിക്കും ഭജന തന്നെയാണ്, പക്ഷെ അതിൻ്റെ ആശയം ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് നവീനാണ്. നവീനാണ് ഈ ആശയം മുന്നോട്ട് വെക്കുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ ഈ പറയുന്ന പോലെ എല്ലാ ആഴ്ചയിലും മീറ്റ് ചെയ്യാറുണ്ട്. ലൈക്ക് ഗൂഗിൾ മീറ്റിലോ അല്ലെങ്കിൽ ടീംസിലോ ഞങ്ങളെല്ലാവരും ഇരിക്കും. ഒരു 10 പേരുണ്ട്. ഞങ്ങൾ പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. നമ്മളുടെ ഫ്യൂച്ചറിലേക്ക് എന്തൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കഷൻ വേണ്ടി. അപ്പോൾ അങ്ങനെ നവീൻ മുന്നോട്ട് വെച്ച ആശയമാണ് ഭജൻ കണക്ട്. ആദ്യത്തെ ഭജൻ കണക്ട് നമ്മൾ ഉദ്ദേശിച്ച അത്ര വിജയിച്ചില്ല. കാരണം അതൊരു പുതുതായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കാര്യമാണ്. പലർക്കും അറിയില്ലായിരുന്നു എന്താണ് ഇതെന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് നമ്മൾ ചെയ്തു. നമ്മൾ ഉദ്ദേശിച്ചത്ര ആളുകൾ വന്നില്ല. പക്ഷേ അതിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആളുകളിലേക്ക് ആ മെസ്സേജ് നമുക്ക് പാസ് ചെയ്യാൻ പറ്റി. ഇതാണ് ഭജൻ കണക്ട്, ഇതാണ് ഞങ്ങൾ ഭജൻ കണക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ എറണാകുളത്ത് നടന്ന ഭജൻ കണക്ട് ആയാലും തൃശ്ശൂർ നടന്ന ഭജൻ കണക്ട് ആണെങ്കിലും നമുക്ക് ടിക്കറ്റ്സ് സോൾഡ് ഔട്ട് ആണ്. അതായത് ടിക്കറ്റ് നമ്മൾ 15 ദിവസം കൊണ്ടൊക്കെ ടിക്കറ്റ് സോൾഡ് ഔട്ട് ആകുകയാണ്. അപ്പോൾ അത് ആളുകൾ ഏറ്റെടുത്തു എന്നുള്ളതിന് അതൊരു വലിയ സന്തോഷമാണ് ഞങ്ങൾക്ക്. കാരണം നമ്മൾ അവതരിപ്പിച്ചൊരാശയം, പുതുതായിട്ട് അവതരിപ്പിച്ചൊരാശയം എല്ലാവരും ഏറ്റെടുത്തു എന്ന് അറിയുമ്പോൾ അത് ഭയങ്കര സന്തോഷത്തിന് കാരണമാകുന്നുണ്ട്. അപ്പം നന്ദഗോവിന്ദം ഭജൻസ് കനേഡിയൻ ചാപ്റ്ററിന്റെ ഫ്യൂച്ചർ പ്ലാനുകൾ എന്തൊക്കെയാണ്? ഏറ്റവും അടുത്തായി നമുക്കിനിയുള്ള ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് എഡ്മണ്ടനിൽ സെപ്റ്റംബർ 27-ാം തീയതി നമഹ എന്നുള്ള എഡ്മണ്ടനിലെ ഒരു ഹിന്ദു ഓർഗനൈസേഷനുമായി ചേർന്നുള്ളൊരു 3 hour ഭജൻ കണക്റ്റാണ് വരുന്നത്. അതേപോലെ കാൽഗരിയുടെ പരിസരങ്ങളിലുള്ള ലത്ബ്രിഡ്ജ്, റെഡ് അതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള അസോസിയേഷൻസ് ആൻഡ് എൻക്വയറീസ് വരുന്നുണ്ട്. പിന്നെ കാൽഗരി തന്നെയുള്ള ഒരുപാട് അമ്പലങ്ങൾ, സനാതൻ ടെമ്പിൾസും അനഘദത്ത അതുപോലത്തെ ഓർഗനൈസേഷൻസിൽ എൻക്വയറി ഉണ്ട്. അപ്പോൾ എല്ലാം ആപ്റ്റായിട്ടുള്ളൊരു ടൈം ലൊക്കേഷനും കിട്ടുവാണെങ്കിൽ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഒരാഗ്രഹം. പിന്നെ കാൽഗരിക്ക് പുറത്തുള്ള ഫ്യൂച്ചർ പ്ലാൻസിനെ കുറിച്ച് പ്രവീൺ പറയുന്നതായിരിക്കും. നമ്മളുടെ ഈ ഒരു നേരത്തെ പറഞ്ഞ എല്ലാവരും ജോലി ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് സമയവും അതൊക്കെ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കൊരു പ്രോഗ്രാം എൻക്വയറി വരുമ്പോൾ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. ഈവൻ DC നിന്നാണെങ്കിലും അതുപോലെ തന്നെ കാനഡയ്ക്ക് വെളിയിൽ നിന്നൊക്കെ എൻക്വയറീസ് വരുന്നുണ്ട്. നമ്മളുടെ സമയം എല്ലാവരുടെയും അതും കൂടെ നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും സൗകര്യപ്രദമാകുന്ന രീതിയിലുള്ള പ്രോഗ്രാംസുകളാണ് നമ്മളിപ്പോൾ കൂടുതൽ സ്കെഡ്യൂൾ ചെയ്യുന്നത്. അതാണ് ഞങ്ങളുടെ ഇവിടുത്തെ. പിന്നെ ആസ് എ ഹോൾ ടീം, നന്ദഗോവിന്ദം എന്ന് പറയുന്ന ഹോൾ ടീമിൻ്റെ, അതായത് ഈ പറഞ്ഞ 3 ടീമുണ്ടല്ലോ, കേരളത്തിലുണ്ട്, ദുബായിലുണ്ട്, കാനഡയിലുണ്ട്. നമ്മളുടെ ഇനിയുള്ള ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത് മെയിനായിട്ടുള്ളത് ഭജൻ കണക്ട് അത് വേൾഡ് വൈഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്കിപ്പോൾ UK നിന്ന് ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട്. അത് മിക്കവാറും December 13 to 21 ആയിരിക്കും ആ UK ടൂർ നടക്കുക. അപ്പോൾ അതിന് പല രാജ്യങ്ങളിൽ ചെയ്യണം എന്നുള്ളൊരു പ്ലാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കിപ്പോൾ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നൊരു കാര്യമാണ് നമ്മുടെ ഈ 25th ഇയറിൻ്റെ ഒരു സെലിബ്രേഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് മെയ്യിലാണ്, 2026 മെയ്യിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അത് കോട്ടയത്ത് വെച്ചായിരിക്കും. കാരണം കോട്ടയത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരു 2000+ ഓഡിയൻസിനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ബിഗ് ഇവൻ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം അതിനകത്ത് നമ്മൾ പല കാര്യങ്ങൾ അതിനകത്ത് പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാം നടക്കുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. കാരണം അതൊരു എല്ലാവർക്കും ഒരു വേറിട്ട അനുഭവം ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് ആ ഒരു പ്രോഗ്രാമിന് പിന്നിൽ. അതായത് നമ്മൾ ഇതുവരെ വന്ന രീതിയുണ്ട്. അതായത് ആദ്യം തുടങ്ങിയത് നമ്മുടെ സമ്പ്രദായ വചനങ്ങൾ തന്നെയാണ്. അതിന് ഇൻസ്പയർ ആയിട്ടുള്ള പല ആളുകളുണ്ട്. ഗുരുസ്ഥാനത്തൊക്കെ നമ്മൾ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഈ സോപാന സംഗീതം അതുപോലെ തന്നെ ഫിലിം സോങ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള പുതിയൊരു രീതിയിലേക്ക് വന്നത്. അപ്പോൾ ഈ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള എല്ലാവരെയും ആ സ്റ്റേജിൽ എത്തിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എത്രത്തോളം നടക്കുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. കാരണം അതിൻ്റെ വർക്ക് നടക്കുന്നേ ഉള്ളൂ.
അപ്പം അതാണ് ഏറ്റവും വലിയൊരു പ്രൊജക്റ്റ് ഇപ്പം ഞങ്ങളുടെ മുമ്പിലുള്ള 2026 മെയ്യിലാണ് ഇപ്പോൾ അത് പ്ലാൻ ചെയ്തേക്കുന്നത്. മേ ബി May 24 or 23 അതാണ് ഇപ്പോൾ ഡേറ്റ് ഫിക്സ് ചെയ്തേക്കുന്നത്. എൻ്റെ വർക്കുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. നിങ്ങളെ ഈ ഒരു നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഭജനയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പം കാനഡയിലോ അല്ലെങ്കിൽ US എന്നുള്ള ആൾക്കാർക്ക് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ഇത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയായിട്ടാണ് കോണ്ടാക്ട് ചെയ്യുക? നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ നമ്മളുടെ 3 ടീമിൻ്റെയും കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. ഇൻസ്റ്റഗ്രാമിലുണ്ട്, അതുപോലെ ഫേസ്ബുക്കിലും ഉണ്ട്. നമ്മളുടെ ഏത് ഇപ്പം ദുബായിലാണെങ്കിൽ നവീനെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ കാനഡയിലാണ് എൻ്റെ ഫോൺ നമ്പറാണ്. നാട്ടിലാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന നമ്മളുടെ പണിക്കരേണ്ട മകനാണ്. ഇത് ഫോം ചെയ്ത് പണിക്കരേണ്ട മകൻ ഇപ്പോൾ ടീം മാനേജറാണ് ഉണ്ണികൃഷ്ണൻ. അപ്പം ഉണ്ണികൃഷ്ണനെയാണ് നാട്ടിൽ കോൺടാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മളുടെ സോഷ്യൽ മീഡിയയിലുണ്ട്. അതിൽ പേഴ്സണലി ഇവിടെ അറിയാവുന്ന ആളുകൾ കൂടുതലും ഹരിച്ചേട്ടനെയും രജീഷേട്ടനെയും അതുപോലെ തന്നെ മനുച്ചേട്ടനെയൊക്കെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയും കോൺടാക്ട് ചെയ്യാം. അപ്പം പ്രവീൺ നേരത്തെ പറഞ്ഞായിരുന്നു അപ്പോൾ ജെൻ സിയിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതി. ഇപ്പം ഞാനൊക്കെ ഭജൻ കേട്ട് വളർന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ പാദമുദ്ര സിനിമയിലെ അമ്പലമില്ലാതെ ആൽത്തറയിൽ അല്ലെങ്കിൽ തൃക്കൊടിത്താനം സച്ചിദാനന്ദൻ, പ്രശാന്ത് വർമ്മ അല്ലെ, അവരെ പോലെയുള്ള ആൾക്കാരുടെ ഭജനകൾ ആ ഒരു ഇതിലാണ് ഞാൻ കേട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ഈ ഒരു പുതിയ കോൺസെപ്റ്റ് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ആ ഒരു യങ്ങർ ജനറേഷനിലെ ഓഡിയൻസിനെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇപ്പം നമുക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇപ്പം നമ്മളുടെ വീഡിയോസ് നോക്കുകയാണെങ്കിൽ കാണാം, നമ്മൾ പാടിയിട്ടുള്ള പാട്ടുകൾ വെച്ചിട്ട് ഒരുപാട് ആളുകൾ, അതായത് ഞാൻ പറഞ്ഞ ഈ ജെൻസി അല്ലെങ്കിൽ ആ ഒരു ജനറേഷനിലുള്ള ആളുകൾ, ഒരുപാട് കുട്ടികളൊക്കെ ഡാൻസ്, അവർ തന്നെ ഡാൻസ് കമ്പോസ് ചെയ്തിട്ട് നമ്മളുടെ പാട്ടിന് ഡാൻസ് കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പല ആളുകളും മാതാപിതാക്കൾ നമുക്ക് വീഡിയോസ് അയച്ചു തരാറുണ്ട്. 2 വയസ്സ് 3 വയസ്സ് 4 വയസ്സുള്ള കുട്ടികൾ, അവർ നമ്മളുടെ ഈ സ്തംഭം പിളർക്കുന്ന ഹുങ്കാര ശബ്ദം എന്നുള്ള അതൊക്കെ വേർഡ്സ് കറക്റ്റ് അല്ല, പക്ഷെ അവർ ആ പാട്ട് പാടാൻ ശ്രമിക്കും. അതിൻ്റെ വീഡിയോസ് നമ്മൾക്ക് അവർ അയച്ചു തരാറുണ്ട്. ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിയെ വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേക്കും കരച്ചിൽ നിർത്തുന്നത്. കാരണം അത് മേ ബി ആ പാട്ടിൻ്റെ ഭംഗി കൊണ്ടാവാം, നമ്മൾ പാടിയത് കൊണ്ടാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ എന്നിരുന്നാലും ആ ഒരു എന്താ പറയുക, ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമാകാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പുതിയ കുട്ടികൾക്ക് ഭജന പറഞ്ഞു കൊടുക്കുന്നൊരു ഇതും കൂടെ നമ്മൾ പ്ലാനിലുണ്ട്. നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഈ ഒരു ഇത് പോകണം. അപ്പം നമ്മുടെ ദുബായിലെ വീഡിയോസ് കാണുവാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിൽ കുട്ടികൾ പാടുന്നുണ്ട്. ഒരു പെൺകുട്ടിയുണ്ട്, അത് ദുബായിൽ നമ്മുടെ ഫ്ലൂട്ട് വായിക്കുന്ന നവീൻ എന്ന് പറയുന്ന ചേട്ടൻ്റെ മകള് പാടുന്നുണ്ട്. അതുപോലെ തന്നെ ആദുക്കുട്ടൻ പാടുന്നുണ്ട്. നമ്മളുടെ കീബോർഡ് വായിക്കുന്ന അജേഷ് എന്ന് പറയുന്ന ദുബായിലുള്ള ആ അജേഷ് ഭായിയുടെ മകനാണ്. അപ്പോൾ നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഇത് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ലക്ഷ്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കൂടുതൽ കുട്ടികളെ ഈ ഭജന നമ്മളുടെ ആ രീതിയിൽ തന്നെ പഠിപ്പിക്കാനാണ് നമുക്ക് താല്പര്യം. കാരണം ഇനി വരുന്നവരിലേക്കും അങ്ങനെ തന്നെ കൊടുത്താൽ കൂടുതൽ ആളുകളെ ഇതിലേക്ക് നമുക്ക് ആകർഷിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ ആ പുതിയ തലമുറയിലേക്ക് ഇത് പകർന്നു കൊടുക്കുക, ആ കൂടുതൽ ആളുകളെ ഇതിലേക്ക് എത്തിക്കുക, അതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം. അപ്പം നിങ്ങളുടെ ഭജന ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഇവിടെ ചേരാൻ സാധിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. എങ്കിലും കൂട്ടത്തിലുള്ള മെമ്പേഴ്സിനെല്ലാം ഒന്ന് പരിചയപ്പെടുത്താം. തീർച്ചയായും. എൻ്റെ പേര് പ്രവീൺ. ഞാൻ കാനഡയിൽ വന്നിട്ട് നേരത്തെ പറഞ്ഞാൽ 1 വർഷമായിട്ടുള്ളൂ. സെയിൽസ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ റൈറ്റ് സൈഡിലുള്ളത് ഹരിചേട്ടൻ. ഹരിചേട്ടൻ ഇവിടെ ബിസിനസ്സാണ്. ഹരിചേട്ടൻ ഇവിടെ വന്നതിന് ശേഷമാണ് പരിചയപ്പെടുന്നത്. ഹരിചേട്ടൻ വോക്കലിസ്റ്റാണ്. എൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് രജീഷ്. രജീഷ് ചേട്ടൻ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ രജീഷ് ചേട്ടനും വോക്കൽ സപ്പോർട്ടാണ്. പിന്നെ വരുൺ IT-യിലാണ് വർക്ക് ചെയ്യുന്നത്. വരുണാണ് നമ്മുടെ വയലിൻ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ കൃഷ്ണപ്രിയ മെഡിക്കൽ ഫീൽഡിലാണ്. രജീഷ് ചേട്ടൻ്റെ വൈഫാണ്. കൃഷ്ണപ്രിയയും വോക്കൽ സപ്പോർട്ടാണ്. പിന്നെ ഉള്ളത് ശ്രീധർ വോക്കൽ സപ്പോർട്ടാണ്. IT ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ കൂടെയുള്ളത് വിഷ്ണുവും വോക്കൽ സപ്പോർട്ടാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. അതുപോലെ തന്നെ മനുചേട്ടനെ ഇവിടെ വന്നതിന് ശേഷം ആ സമയത്ത് തന്നെ ഹരിചാരനെ പരിചയപ്പെട്ട പോലെ തന്നെ പരിചയപ്പെട്ടതാണ്. മനുചേട്ടൻ ഇവിടെ സെക്യൂരിറ്റി ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. കുറേ ആളുകൾ ഇനിയും വരാനുണ്ട്. വിജു എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. വിജു വോക്കൽ സപ്പോർട്ടാണ്. പിന്നെ നമുക്ക് പെർക്കഷൻ സൈഡ് സപ്പോർട്ട് ചെയ്യുന്നത് മെയിൻലി ആദിത്യ നാരായൺ എന്ന് പറയുന്ന ഒരാളാണ്. തമിഴ് കമ്മ്യൂണിറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇവിടെയുണ്ട്. അദ്ദേഹം കുംഭകോണം പത്മനാഭൻ സാർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇപ്പോൾ ഉള്ള സമയത്ത് നമ്മളുടെ കൂട്ടത്തിൽ പ്രോഗ്രാമിന് വരാറുണ്ട്. പിന്നെ തബല കൈകാര്യം ചെയ്യുന്ന ജിതിൻ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനാണ്. പിന്നെ സുന്ദർ എന്ന് പറയുന്ന ഒരാളാണ് ഹാർമോണിയം വായിക്കുന്നത്. പിന്നെ ഒരു പയ്യനും കൂടെ ഉണ്ട് കീബോർഡ് വായിക്കുന്നത് ഇടയ്ക്ക് നമ്മുടെ കൂട്ടത്തിൽ ശ്രേയസ് എന്ന് പറഞ്ഞിട്ട്. ഇത്രയാണ് നമ്മുടെ ഫുൾ ടീം. പക്ഷേ ഇന്ന് എല്ലാവർക്കും ഇവിടെ എത്തിച്ചേരാനായിട്ട് സാധിച്ചിട്ടില്ല.
അപ്പം ഒരുപാട് ഒത്തിരി സന്തോഷം നിങ്ങളുടെ ഈ ഒരു ഭജൻ കണക്റ്റിനെ പറ്റിയും അല്ലെങ്കിൽ നന്ദഗോവിന്ദം ഭജനെ പറ്റി അറിയാൻ സാധിച്ചത്. നിങ്ങളുടെ 25ാമത്തെ ആനിവേഴ്സറി അടുത്ത വർഷം വരുന്നു. അതിന് വലിയ സക്സസ് ആയി മാറട്ടെ എന്ന് അതിനുള്ള എല്ലാവിധ പ്രാർത്ഥനകളും അതുപോലെ തന്നെ ഭാവങ്ങളും നേരുകയാണ്. ഇത്രയും നേരം ഞങ്ങളോട് നിങ്ങളുടെ വിശേഷങ്ങളെല്ലാം പങ്കുവച്ചതിന് ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നല്ലൊരു ഓണം നേരുന്നു. താങ്ക് യു. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യതിന്നൊരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യതിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം.